എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ടിവിയില് നമ്മുടെ ചിരിക്കുടനെ കാണിക്കും. അതിനുശേഷം 3 വില്ലന്മാര് ഇപ്പൊ അങ്ങനെ നിരന്ന് നിൽക്കാണ്. അതിലൊരാള് ആൽഫ 1 വില്ലനാണ്. ബാക്കി 2 പേരുടെയും പേര് എനിക്കറിയില്ല. പക്ഷെ ഉറപ്പായിട്ടും അവർ 2 പേരും കൊടും ഭീകരര് തന്നെയായിരിക്കും. അവരുടെ ഒക്കെ വീഡിയോ നോക്കി ആ ജെന്റിൽ ക്രിമിനൽ അവൻ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കാണ്. ആക്ച്വലി ഇപ്പൊ കാണിച്ച 3 വില്ലന്മാരുടെയും ഒരു പരമ്പരയാണ് ഈ ജെന്റിൽ ക്രിമിനൽ. അവൻ അങ്ങനെ ഹായ് ആയിട്ട് വന്ന് ഇപ്പൊ ആ വില്ലത്തി പെണ്ണ് അവളോട് ചോദിക്കും, ഇന്നത്തെ വീഡിയോ അത് അപ്ലോഡ് ചെയ്തോ? അവള് പറയും അപ്ലോഡ് ചെയ്തു, പക്ഷെ നമ്മുടെ അക്കൗണ്ട് അതാരോ ഡിലീറ്റ് ചെയ്തു. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് ഞാൻ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ അപ്ലോഡ് ചെയ്യാം. ആക്ച്വലി ജെന്റിൽ ക്രിമിനലിന് ഇതൊക്കെ ഒരു ടൈം പാസ് ആണ്. അവൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഫൺ ഗെയിം അത് സ്റ്റാർട്ട് ചെയ്താലോ? അത് കേൾക്കുമ്പോ അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആക്ച്വലി ജെന്റിൽ ക്രിമിനൽ ആളുടെ ഉള്ളിലും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. അതായത് ലാസ്റ്റ് ടൈം ആള് റോബറി നടത്തിയ ആ ഒരു ഷോപ്പ് അതാ സിറ്റിയിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ഷോപ്പാണ്. പക്ഷെ അവര് എക്സ്പയർ ആയ ഫുഡുകള് അതിന്റെ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ച് ഒരുപാട് പേരെ ചതിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വില്ലൻ ആ ഒരു ഷോപ്പിനെ തന്നെ സ്കെച്ചിട്ട് കറക്റ്റായിട്ട് അവിടെ റോബറി നടത്തിയത്. അപ്പൊ ആ പെങ്കൊച്ചു പറയും, നമ്മളുടെ മോഷണം അത് കുറച്ചും കൂടെ ഹൈടെക് ആക്കണം. പക്ഷെ വില്ലനാണെങ്കില് ഈ മോഷണത്തില് ഒരുപാട് ത്രിൽഡ് ആണ്. 6 വർഷമായി അവൻ ഇതുപോലെ മോഷ്ടിക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു. പക്ഷെ ഇതുവരെ നോ വ്യൂസ്, നോ യൂസ്, നോ മോണിറ്റൈസേഷൻ. അതുകൊണ്ട് ആ പെൺകുട്ടി പറയും, നമുക്ക് ജോണർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പൊ ആ വില്ലൻ അവൻ പറയും, ആ കൊറ്റി വില്ലൻ അവൻ വളരെ പെട്ടെന്നാണ് റീച്ച് ആയത്. അവനാണെങ്കിൽ എന്റെ പകുതി പ്രായമുള്ളൂ. മാത്രമല്ല ഒരു വീഡിയോ പോലും അവൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതും പോരാഞ്ഞ് സിറ്റിയിലെ എല്ലാവരുടെയും സംസാര വിഷയം ആ ലീഗ് ഓഫ് വില്ലൻസിനെ കുറിച്ചാണ്. എല്ലാവരും അവരെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇവരുടെ ഇടയിൽ ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ട് വർക്ക് എടുത്തിട്ടും എനിക്കൊരു ലേബൽ ഉണ്ടാക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവൾ പറയും, നമ്മൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം. ഇപ്പോഴത്തെ ട്രെൻഡ് അത് വയലൻസ് ആണ്. അതുകൊണ്ട് നമുക്കും കുറച്ച് വയലൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാം. അതിനാ ജെന്റില് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം. മാത്രമല്ല കമന്റ് ബോക്സിൽ പോലും പച്ചത്തെറിയാണ്. ആ വില്ലൻ പറയും, അടുത്ത എന്റെ പ്ലാൻ കണ്ട എല്ലാവരും പേടിച്ചു വിറയ്ക്കും, ഷോക്കാവും. അപ്പ പെൺകുട്ടി ഷോക്കായിട്ട്, അതെന്തു പ്ലാനാ, എന്നോട് പറ പ്ലീസ്, ഞാൻ നിന്റെ കൂടെയുള്ള ആളല്ലേ, എന്നോടെങ്കിലും നിനക്ക് ആദ്യം പറഞ്ഞൂടെ? അപ്പ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ US സ്കൂൾ കാണിക്കും. അവിടെ നമ്മുടെ സ്റ്റുഡൻസ് അവരിപ്പോഴും സെലിബ്രേഷനെ കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചപ്രത്തലയൻ അവൻ ആരോടും മിണ്ടാതെ ആരോടും കൂട്ടുകൂടാതെ അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ജനറൽ സ്റ്റഡി സ്റ്റുഡൻസ് അവരിപ്പോ ചപ്രത്തലേനെ തന്നെ നോക്കിയിട്ട് പോവും. അവർക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകാരോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം ടീച്ചേഴ്സിനും കുട്ടികൾക്കും ലോകം മുഴുവനുള്ള എല്ലാവർക്കും അവര് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പൊ ആ സ്റ്റുഡൻസ് വളരെ മോശമായിട്ട് ഡിവിഷനിലെ നമ്മുടെ ആൾക്കാരെ കുറിച്ച് സംസാരിച്ച് അങ്ങനെ നടന്നു പോകും. പക്ഷെ ചപ്രത്തലേനാണെങ്കിൽ അത് മുഴുവനും കറക്റ്റ് ആയിട്ട് കേൾക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ വീണ്ടും നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവർ പരസ്പരം പറയും, ഇനി നമ്മളുടെ മുൻപില് യൂത്ത് ഫെസ്റ്റിവലിന് വെറും 1 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. സോ ഇപ്പോഴെങ്കിലും ആരൊക്കെ എന്തൊക്കെ പ്രോഗ്രാമാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അപ്പൊ എല്ലാവരും ചേർന്ന് ഡാൻസ് ആണ് അവർ ചെയ്യാൻ പോകുന്ന പെർഫോമൻസ് എന്ന് കൺഫേം ചെയ്യും. പക്ഷെ മ്യൂസിക് ആണെങ്കിൽ ഇതുവരെ സെറ്റ് ആയിട്ടില്ല. അപ്പൊ ജിറോ അവളിപ്പോ കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ച് അവൾ എല്ലാ സ്റ്റുഡൻസിനോടും പറയും, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ തിങ്സും സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. മാത്രമല്ല ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. സോ നിങ്ങൾ ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ അറിയോ? അപ്പ സ്റ്റുഡൻസ് ഇപ്പൊ പരസ്പരം നോക്കും. കാരണം ജിറോ പെണ്ണ് അവൾ മെയിൻ ആയിട്ട് വായിക്കുന്നത് ഗിറ്റാറാണ്. മാത്രമല്ല ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഗ്രാം അത് കളറാവൂ. അപ്പോഴായിരിക്കും ക്യാമിനാരി അവൻ ചപ്രത്തലേന് ഒരു 8ന്റെ പണി കൊടുക്കുക. ക്യാമിനാരി പറയും, ഇവൻ ചെറുപ്പത്തില് മ്യൂസിക് ക്ലാസ്സിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രംസ് വായിക്കാൻ പറ്റിയ ആള് അതിവൻ തന്നെയാണ്. അതിന് ചപ്രത്തലയൻ അവൻ ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനൊരിക്കലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും വായിക്കാൻ പോകുന്നില്ല. അതിന് ബാക്കിയുള്ളവര് ഇപ്പൊ അവനെ കളിയാക്കാൻ തുടങ്ങും. അവൻ പേടിത്തൊണ്ടനാണ്. മാത്രമല്ല അവൻ യൂസ്ലെസ് ആണ്. അത് കേട്ട് ചപ്രത്തലയൻ ആ സ്റ്റിക്സ് പിടിച്ചു വാങ്ങി ഡ്രംസ് സൂപ്പറായിട്ട് അടിക്കാൻ തുടങ്ങും. അത് കണ്ട് ജിറോ അവള് വല്ലാതെ അങ്ങോട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, ഉറപ്പായിട്ടും ഡ്രംസ് അത് നീ തന്നെ വായിച്ചാ മതി. ചപ്രത്തലയൻ പറയും, മ്യൂസിക് കൊണ്ട് നമുക്ക് എല്ലാവരെയും കൊന്നു തള്ളാം. അത് കേൾക്കുമ്പോ ഇപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷാവും.
ടോഡ്രോക്കിക്കാണെങ്കിൽ അവന്റെ മാറ്റം കണ്ട് ഇപ്പൊ ഒരുപാട് അത്ഭുതാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ജെന്റിൽ വില്ലനെ കാണിക്കും. അവന്റെ അടുത്ത പ്ലാൻ അത് US സ്കൂളിന്റെ യൂത്ത് ഫെസ്റ്റിവലാണ്. ഓൾറെഡി വില്ലന്മാർ അറ്റാക്ക് ചെയ്തതുകൊണ്ട് തന്നെ US സ്കൂള് ഇപ്പൊ ടൈറ്റ് പ്രൊട്ടക്ഷനിലാണ്. അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റവും ഇപ്പൊ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. സോ അതുകൊണ്ട് ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റം അത് മുഴുവൻ തകർത്ത് അവരെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഫേമസ് ആവുമെന്ന് പറഞ്ഞ് അവനിപ്പോ വമ്പം പ്ലാനിങ് ഒക്കെ ഇടും. കട്ട് ചെയ്ത് വീണ്ടും ഇപ്പൊ US സ്കൂള് കാണിക്കും. അവിടെ നമ്മുടെ മോമോ പെണ്ണ് അവള് പറയും അവള് ചെറുപ്പത്തില് വളരെ നന്നായിട്ട് പിയാനോ വായിക്കുമായിരുന്നു. പിന്നീട് അതിനുശേഷം അതുമായിട്ട് യാതൊരു ടച്ചും ഉണ്ടായിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, ഒരു പിയാനോ കിട്ടിക്കഴിഞ്ഞാ ഉറപ്പായിട്ടും എനിക്ക് പഴയ കഴിവ് അത് പൊടി തട്ടി എടുക്കാൻ കഴിയും. അങ്ങനെ ഏറെക്കുറെ ഇപ്പൊ എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും ആൾക്കാരാവും. പക്ഷെ ഇതുവരെ പാടാനായിട്ട് ആരും സെറ്റായിട്ടില്ല. മാത്രമല്ല ആ ഫുൾ സ്റ്റേജ് അത് ഡെക്കറേറ്റ് ചെയ്യണം. ഒരു പരിധിവരെ ലൈറ്റ് ആൻഡ് സൗണ്ട് അത് മാസ്റ്റർ സെറ്റ് ചെയ്ത് തരും. പക്ഷെ ബാക്കി പകുതി അത് നമ്മൾ സെറ്റ് ചെയ്യണം. അതിനാ പെങ്കിപ്പെണ്ണ് അവളിപ്പോ ടോഡ്രോക്കിയോട് പറയും, നിന്റെ ഐസ് പവർ ഉപയോഗിച്ച് നീ ഒരുപാട് ഐസ് കട്ടകൾ ഉണ്ടാക്കണം. അത് കരീഷ്മ അവനത് ഇടിച്ചു തകർത്ത് ഒരുപാട് ഐസ് പീസസ് ആയി ആ സ്റ്റേജ് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്യണം. പ്രിൻസസ് അവന്റെ കഴിവ് വെച്ച് ചെറിയ ചെറിയ ഗിൽട്ടൊക്കെ ഉണ്ടാക്കി അവനെ കൊണ്ട് കഴിയും പോലെ സ്റ്റേജ് അലങ്കരിക്കണം. അങ്ങനെ വമ്പം കാര്യമായിട്ട് അവരുടെ പ്ലാനിങ് അതേറെക്കുറെ ഇപ്പൊ അവസാനിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ആശാന്മാര് അവിടേക്ക് വരിക. അവരിപ്പോ അവര് പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും. ജിറോ അവള് ബേസ്, മോമോ കീബോർഡ് വായിക്കും, ചപ്രത്തലയൻ ഡ്രംസ്. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഷോക്കാവും. പക്ഷെ പാടാൻ മാത്രം നമുക്ക് ഇതുവരെ ആരും സെറ്റായിട്ടില്ല. അപ്പൊ മിനട്ടോ അവൻ പറയും, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പാടും. അത് കേൾക്കേണ്ട താമസം എല്ലാവരും കൈ കൂപ്പി നിൽക്കും. അപ്പൊ ഇൻവിസിബിൾ ഗേള് അവള് പറയും, ജീറോ അവൾ അടിപൊളിയായിട്ട് പാടും. ഞാൻ അവൾ അറിയാതെ പലതവണ അവളുടെ റൂമിൽ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവളുടെ സൂപ്പർ പാട്ട് അത് ഞാൻ കേട്ടിരുന്നു പോയിട്ടുണ്ട്. അവൾ ആദ്യം ഞാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കും. പക്ഷെ മൈക്ക് അത് അവളുടെ മുൻപിലേക്ക് എത്തുമ്പോ അവൾ അടിപൊളിയായിട്ട് ഇപ്പൊ പാടാൻ തുടങ്ങും. അത് കേട്ട് ഒരു സെക്കൻഡ് ഇപ്പൊ എല്ലാവരും ഫ്രീസ് ആയിട്ട് അതിൽ ലയിച്ചു നിൽക്കും. ഉടനെ ക്യാമിനാരി അവനൊരു ഗിറ്റാർ എടുത്ത് വായിക്കാൻ തുടങ്ങും. മിനട്ടോയും വിട്ടുകൊടുക്കില്ല. അവനും ഒരു ഗിറ്റാർ എടുക്കും. പക്ഷെ എന്താ പാവത്തിന്റെ കൈ എത്തില്ല. അപ്പൊ മിനട്ടോയ്ക്ക് അവന് ഒരുപാട് വിഷമാവും. അതിന് പെങ്കിപ്പെണ്ണ് പറയും, നീ വിഷമിക്കണ്ട, യാതൊരു ആവശ്യമില്ല, പിന്നെ ഞാൻ ഡാൻസ് ടീമിൽ ഇടാണ്. അങ്ങനെ ഒരു വിധത്തില് എല്ലാ ടീമും സെറ്റായി. ഡാൻസ് ടീം, ഇൻസ്ട്രുമെന്റ് ടീം, ഡെക്കറേഷൻ ടീം, സിംഗേഴ്സ്, അങ്ങനെ അവരെല്ലാവരും സെറ്റായി ഇപ്പൊ ഹാപ്പി ആയിട്ട് നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഇസുക്ക് അവൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ചിരിക്കുട്ടനടുത്ത് ഇപ്പൊ വളരെ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. അവരുടെ യൂത്ത് ഫെസ്റ്റിവല് അതിനെക്കുറിച്ചുള്ള കാര്യം, അവന്റെ പവറിനെ കുറിച്ച്, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ചിരിക്കുട്ടനോട് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹീറോ പറയും, എന്നെ കൊണ്ട് വെറും 20% പവർ അത് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്. ആക്ച്വലി അതുകൊണ്ട് യാതൊരു കാര്യമില്ല. മാത്രമല്ല ലോങ് ഡിസ്റ്റൻസിലുള്ളവരെ എന്നെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അതിന് ചിരിക്കുട്ടൻ ആള് പറയും, അതിന് എന്റെ കയ്യില് ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവരിപ്പോ ഒരു ഗ്രൗണ്ടിലേക്ക് വരും. ചിരിക്കുട്ടൻ ഇപ്പൊ അവനോട് അവന്റെ 20% പവർ അത് ഉപയോഗിക്കാൻ പറയും. ഉടനെ അവൻ അവന്റെ 20% പവർ എടുത്ത് അങ്ങനെ നിൽക്കും. അതിന് ചിരിക്കുട്ടൻ പറയും, നീ നിന്റെ ഓരോ ബോഡി പാർട്സിലേക്കും 20% വെച്ച് പവർ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ പവർ അത് പതിയെ പതിയെ ഇൻക്രീസ് ചെയ്യാൻ കഴിയും. അപ്പൊ ടെക്നിക്ക് ഇപ്പൊ ഹീറോയ്ക്കും പിടികിട്ടും. പക്ഷെ അവന്റെ ബോഡിയിൽ എത്രത്തോളം പവർ താങ്ങാനുള്ള കപ്പാസിറ്റി അതുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അവൻ ഉടനെ ഇപ്പൊ ഒരു 20% പവർ അവന്റെ കൈവിരലിലേക്ക് കൊണ്ടുവരും. അവൻ ആ പവർ വെച്ച് ഇപ്പൊ അവന്റെ വിരൽ ഞൊടിക്കും. പക്ഷെ ചെറിയൊരു പെയിൻ എടുക്കുമെങ്കിലും അവനെ കൊണ്ട് അവന്റെ പവർ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ലൊരു ഐഡിയ കിട്ടിയ സന്തോഷത്തില് നമ്മുടെ ചെക്കൻ അവൻ ചിരിച്ചോണ്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.